അൻവർ MLA കാല് പിടിച്ച് മുൻ മലപ്പുറം SP സുജിത് ദാസ്. മലപ്പുറം SPയുടെ ഔദ്യോഗിക വസതിയിലെ മരമുറിയിൽ പരാതി നൽകരുത് എന്ന ആവശ്യം. പരാതി തനിക്കെതിരായ ഗൂഢാലോചന. താൻ SP ആയിരിക്കെ പാർട്ടിയോടും പാർട്ടി MLAമാരോടും നന്നായി പെരുമാറിയിട്ടുണ്ടെന്നും ശബ്ദ സന്ദേശം. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വസതിയിലെ മരമുറിയുമായി ബന്ധപ്പെട്ടാണ് മുൻ SP സുജിത് ദാസ് PV അൻവറിന്റെ കാല് പിടിക്കുന്നത്. പരാതിയിൽ കൂടുതൽ അന്വേഷണമുണ്ടായാൽ അത് തന്നെ ബാധിക്കുമെന്ന് SP പറയുന്നു. പാർട്ടി സംവിധാനങ്ങളോട് അടുത്തു നിന്നയാളാണ് താനെന്നും SP പറയുന്നുണ്ട്. ഹലോ MLA, നമസ്കാരം. എന്റെ പേര് സുജിത് എന്നാണ്. ഞാൻ പഴയ മലപ്പുറം SP ആണ്. നമസ്കാരം. എന്തുണ്ട് എന്റെ MLA, ഞാൻ ഇന്ന് വൈകുന്നേരം തൊട്ടിട്ട് ആകെ ഒന്ന് ഡെസ്പായിട്ടിരിക്കണം. നിങ്ങളെ വിട്ട് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. പക്ഷേ MLA, നിങ്ങൾക്ക് അറിയില്ലേ, 3 വർഷം ഞാൻ പാർട്ടിയുടെ MLAമാരോടോ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ട് പോയ ഒരാളാണ്. പക്ഷെ പോലീസിന്റെ ജോലി, ഹലോ കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. ഈ IPS അസോസിയേഷന്റെ തീരുമാനം ആ ഗ്രൂപ്പിൽ കണ്ട ആളാണ് ഞാനത് 100% MLAയുടെ സൈഡ് നിൽക്കുന്ന ഒരാളാണ്. ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ, MLAക്ക് ഇന്നലെ കൊണ്ടിട്ട് ഈ ശ്രീജിത്ത് SIയുടെ എന്തോ ഒരു പരാതി ഉണ്ടെന്ന് MLA തന്നു. ലെറ്റർ പാടിൽ അയാൾക്ക് അയച്ചു കൊടുത്തു. അത് എനിക്കെതിരെയുള്ള ഒരു പരാതിയാണ്. എന്റെ ഒരേ ഒരു റിക്വസ്റ്റ്, MLA ആ പരാതി ഒന്ന് വിഡ്രോ ചെയ്യണം. MLA, അത് എനിക്ക് മുമ്പേ നടന്നുപോയ കാര്യങ്ങളാണ്. അത് തെറ്റായിട്ട് എന്നിലേക്ക് ആരോപിക്കപ്പെടുന്നതാണ്. അത് ഫസ്റ്റ് ലേലം എടുത്തു, സെക്കൻഡ് ലേലത്തിന് ആരും വന്നില്ല, തേർഡ് ലേലം എടുത്തു. അങ്ങനെ ഓരോ ലേലത്തിലും ആള് വരാതെ ഓരോ ലേലം കഴിയുമ്പോഴും അതിന്റെ തുക കുറയുമല്ലോ അടുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലേലം ചെയ്ത് പോയ സാധനമാണ്. ഭഗവാൻ എന്നല്ല, എന്ത് ഈശ്വരൻ ആയിക്കോട്ടെ, സത്യമായിട്ടും ഇത് ദയവ് ചെയ്തിട്ട് ഇത് എന്റെ പേര് മോശമാക്കാണ്ട് വന്നൊരു സാധനമാണ്. നിഷ എന്ന് പറഞ്ഞ പോലീസുകാരിയായിരുന്നല്ലോ പരാതി കൊടുത്തു പറഞ്ഞ് എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ സംസാരിച്ചാൽ ശരിയില്ല. പക്ഷെ അന്ന് സുജിത് SP എനിക്ക് തന്നിരുന്ന അവർക്ക് കൊടുത്തിരുന്ന വാക്കെന്തായിരുന്നു? അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യുക, അവരതേ പോസ്റ്റിൽ തന്നെ നിർത്തി കൊടുക്കുക എന്നാണല്ലോ എനിക്ക് വാക്ക് തന്നിരുന്നത്. പക്ഷെ നിങ്ങൾ ചെയ്തില്ലല്ലോ. അത് വളരെ എന്നെപ്പോലെ ഒരു വ്യക്തി, ഒരു MLA, ഞാൻ പോട്ടെ, ഒരു MLA നിങ്ങളെ വിശ്വസിച്ചിട്ട് നിങ്ങളുടെ ജീവിത പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് എങ്ങനെയെങ്കിലും ഇത് സഹായിക്കണമെന്ന് പറഞ്ഞത്. നമ്മൾ സത്യസന്ധമായി നിങ്ങളെ സഹായിച്ചു തന്നപ്പോൾ ആകെ പറഞ്ഞ ആ ലേഡിയുടെ, ആ പോലീസുകാരത്തിൻ്റെ റിക്വസ്റ്റ് എന്തായിരുന്നു? അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യണം, അതേ പോസ്റ്റിംഗ് കൊടുക്കണം. അത് കൊടുക്കാന്ന് SP എന്നോട് വാക്ക് പറഞ്ഞ ആ വാക്ക് നിങ്ങൾ പാലിച്ചില്ലല്ലോ. തിരികെ സഹായം ലഭിച്ചില്ലെന്നാണ് അൻവറിന്റെ പരാതി. അന്വേഷണങ്ങൾ ഉണ്ടാകുമ്പോൾ പാർട്ടി സംവിധാനങ്ങളുടെ കാല് പിടിക്കേണ്ട ഉന്നത IPS ഉദ്യോഗസ്ഥരുടെ ഗതികേട് കൂടിയാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. ജനം, തിരുവനന്തപുരം.